ഈ സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യമന്ത്രി കടുപ്പിക്കുമ്പോഴും പൊതിച്ചോർ വിതരണം തുടരുകയാണ് ഡിവൈഎഫ്ഐ. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോർ വിതരണം നടത്തി. പിതാവിന്റെ പേരിൽ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് രാഷ്ട്രീയമല്ലേ എന്ന് കെ മുരളീധരനോട് വി.കെ. സനോജ് ചോദിച്ചു. ആരോഗ്യമന്ത്രിയുടെ മനോനില പരിശോധിക്കണമായിരുന്നുവെന്ന് എ റഹീമിന്റെയും പ്രതികരണം കേൾക്കാം. ഈ ഭക്ഷണ വിതരണത്തിൽ ഒരു തലത്തിലുള്ള രാഷ്ട്രീയം കലർത്തലും ഇന്നുവരെ ഡിവൈഎഫ്ഐ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ പോകുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ വീട്ടിലുമല്ല. എവിടെയെല്ലാമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ആ ഭക്ഷണം വിതരണം ചെയ്യും. കൊടി ഉപയോഗിക്കും. ഒരു മുരളീധരനും ഒരു മന്ത്രിക്കും അത് തടയാൻ വേണ്ടി കഴിയില്ല. എല്ലാം മുടക്കുക എന്നുള്ളതാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എല്ലാം കൊടുക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തുക. ഞങ്ങളൊരു പരിപാടി നടത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മേളനം ഞങ്ങൾ കൊടി വെക്കുന്നില്ല, അതിനെന്താ പ്രശ്നം? ഞങ്ങളുടെ പ്രവർത്തനമാകുമ്പോൾ അതിൽ കൊടി ഉണ്ടാകും, ബാനറൊക്കെ ഉണ്ടാകും. ഞങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നോ കൊടിയുടെ നിറം നോക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. മനുഷ്യരായ ഒരാൾക്കും പൊതിച്ചോറിനെ എതിർക്കാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നവർ അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. ഈ ചോറിൽ മണ്ണ് വാരി ഇടരുത് എന്ന് മാത്രമാണ് ശ്രീ കെ മുരളീധരനോട് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ അഭിമാനത്തോടെ ഈ പൊതിച്ചോറ് വിതരണം തുടരും. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഇതിൽ പോര് കൂടുതൽ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷത്ത് നിന്നുള്ളവർ, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ ഒക്കെ 10 വർഷത്തോളമായി നടത്തി വരുന്ന ഒരു പദ്ധതി നേരത്തെ ഗോപാൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു ജില്ലയിൽ മാത്രം 1.5 കോടിയിലേറെ പൊതിച്ചോർ വിതരണം നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ പദ്ധതിയുടെ ഗുണകരമായിട്ടുള്ള ഒരു ആംഗിൾ എന്താണെന്നുള്ളത്. പക്ഷേ ഇതിലിപ്പോൾ ആരോഗ്യവകുപ്പ്, ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒരു കടുത്ത നിലപാടെടുക്കുമ്പോൾ ഇത് കൂടുതൽ ശക്തമായ എതിർപ്പുകളിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വി.കെ. സനോജൊക്കെ ചോദിക്കുന്ന കാര്യം അച്ഛന്റെ പേരിൽ ആശുപത്രി പണിയുന്നതും രാഷ്ട്രീയമല്ലേ എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. റോഷ്നി, തീർച്ചയായിട്ടും വലിയ രീതിയിൽ കെ മുരളീധരന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ രംഗത്ത് എത്തുകയായിരുന്നു. ഞാൻ റോഷ്നി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ മൊബൈലിൽ ഒരു കണക്ക് കൂട്ടുകയായിരുന്നു. ഡിവൈഎഫ്ഐ ഇപ്പോൾ ശരാശരി സംസ്ഥാനത്ത് എല്ലായിടത്തും, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ, ജില്ലാ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിലൊക്കെ നിരന്തരമായി പൊതിച്ചോറുകൾ വിതരണം ചെയ്യുകയാണ്. ശരാശരി ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത് 40,000 മുതൽ 50,000 പൊതിച്ചോറുകൾ വരെ ഒരു ദിവസം ഈ മെഡിക്കൽ കോളേജുകളിലും ഈ ആശുപത്രികളിലും ഒക്കെ ആകെ ഒരു ദിവസം വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഡിവൈഎഫ്ഐ ഈ പ്രവർത്തനം തുടരുന്നുമുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ 40,000 ശരാശരിയായി ഒരു ദിവസം 40,000-ന് മുകളിൽ എന്തായാലും വരും. ഏറ്റവും ചുരുങ്ങിയത് 40,000 പൊതിച്ചോറുകളെങ്കിലും വിതരണം ചെയ്യുന്നുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ കണക്കാക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 40,000 × 365 × 10 വർഷം അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, ഞാൻ കണക്കൂട്ടിയായിരുന്നു, 14,60,00,000-ലധികം പൊതിച്ചോറുകളാണ് ഈ 10 വർഷത്തിനിടയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാനത്താകെ വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ളൊരു പദ്ധതി, ബൃഹത്തായ പദ്ധതി, ഒരുപാട് പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, അവരുടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയെ എന്തിനാണ് ഇപ്പോൾ ഈ 10 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു എതിർപ്പുമായി ഈ മന്ത്രിയും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കളുമൊക്കെ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഇന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഈ പൊതിച്ചോർ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് എത്തി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല. കാരണം തങ്ങളെ കാത്ത് ഇപ്പോഴും ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ആളുകൾ ജില്ലാ ആശുപത്രിക്ക് മുമ്പിലും ഓരോ ആശുപത്രികൾക്ക് മുമ്പിലും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവരെ ഒരു തരത്തിലും നിരാശരാക്കുന്ന ഇടപെടലുകൾ അല്ലെങ്കിൽ നടപടി ഡിവൈഎഫ്ഐയുടെ ഉണ്ടാവുകയില്ല. വലിയ പ്രതിസന്ധികൾ വന്ന കാലഘട്ടത്തിൽ, അതിപ്പോൾ കോവിഡ് ആയിക്കോട്ടെ, പ്രളയമായിക്കോട്ടെ, വലിയ രീതിയിൽ മനുഷ്യജീവിതം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായ ഓരോ ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ മുടക്കിയിട്ടില്ല. അവർ പ്രധാനമായും തൃശ്ശൂരിൽ ഒരു സഖാവ് കൊല്ലപ്പെട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുന്ന ഘട്ടത്തിൽ പോലും അതേ മെഡിക്കൽ കോളേജിൽ അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറ് നൽകിയിട്ടുള്ള വൈകാരികമായിട്ടുള്ള അനുഭവം ഡിവൈഎഫ്ഐക്ക് പറയാനുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ മരിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിൽ ഈ വി.എസിൻ്റെ മൃതശരീരവുമായി വിലാപയാത്ര വരുന്ന ഘട്ടത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനും ഈ പൊതിച്ചോറ് വിതരണത്തിന് തടസ്സമുണ്ടായിട്ടില്ല. അങ്ങനെ ഏത് പ്രതിസന്ധിയിലും ഡിവൈഎഫ്ഐ ഇന്നേ വരെ പൊതിച്ചോറ് മുടക്കിയിട്ടില്ല. അതിനിപ്പോൾ മന്ത്രി പറഞ്ഞാലും ശരി, അതിനേക്കാൾ വലിയ ആര് പറഞ്ഞാലും ശരി, ഡിവൈഎഫ്ഐ ഈ പ്രവർത്തനത്തെ മുടക്കം വരുത്താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ എല്ലാ നേതാക്കളും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായി ഈ പറയുന്ന രീതിയിൽ ആരും ഈ ആശുപത്രിക്ക് അകത്ത് കയറി മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ നടത്താനോ
ഒന്നും തന്നെ മുതിരുന്നില്ല. പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ പൊതിച്ചോറുകൾ നൽകുന്നു. അവർ കാത്തു നിൽക്കുന്നവരോട് കൃത്യമായ രീതിയിൽ ഒരു ഉച്ച സമയത്തൊക്കെ കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക്, ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് ആ പൊതിച്ചോറുകൾ നൽകുന്നു. അവർ മടങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് നാളെ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ പൊതിച്ചോറ് കേന്ദ്രത്തിൽ നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ എന്നൊന്നും ഇവരെ പറയുന്നില്ല. ഈ പൊതിച്ചോർ വാങ്ങുന്നവർക്ക് മാത്രമല്ല, പൊതിച്ചോർ നൽകുന്നവർക്കും രാഷ്ട്രീയമല്ല. ഈ പൊതിച്ചോറ് കൊടുക്കുന്ന ഡിവൈഎഫ്ഐക്കും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും പറയാനില്ല. അങ്ങനെ ഈ അശരണനായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഒരു നേരം നൽകുന്ന അന്നത്തിൽ മണ്ണ് വാരിയിടരുത്, അതിനുവേണ്ടി തുനിയരുത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് പുറമെ തിരിച്ച് രാഷ്ട്രീയമായി ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പുതിയ മെഡിക്കൽ കോളേജ് കൂടി രൂപീകരിക്കാൻ അല്ലെങ്കിൽ അവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ ഈ മെഡിക്കൽ കോളേജ് നൽകുമ്പോൾ അതിൻ്റെ പേര് കെ കരുണാകരൻ സ്മാരക മെഡിക്കൽ കോളേജ് ആയിരിക്കുമെന്നും മന്ത്രിസഭ നേരത്തെ പ്രഖ്യാപിച്ചാണ്. അപ്പോൾ അതിന് കെ കരുണാകരൻ്റെ പേര് നൽകുന്നത് രാഷ്ട്രീയമല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ കൊടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഡിവൈഎഫ്ഐയുടെ കൊടി കെട്ടിക്കൊണ്ട് തന്നെ നാളെയും ഈ പ്രവർത്തനം തുടരും. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രീയപരമായ മറുപടി, രാഷ്ട്രീയമില്ലാത്ത തങ്ങളുടെ പ്രവർത്തനത്തിന് അത് ഇപ്പോൾ എങ്ങനെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ തുടരും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കുന്നത്. യെസ്, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഒക്കെ ആ പൊതിച്ചോർ നൽകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള രോഗികളുടെ കൂട്ടിയിരിപ്പുകാർക്കോ രോഗികളോ ആണ് ആ ഭക്ഷണത്തിന്റെ ഗുണഭോക്താക്കൾ. അത്തരക്കാരൊന്നും അങ്ങനെ പൊതിച്ചോർ പദ്ധതിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാതിയോ പഴിയോ പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും അധികം ആളുകൾക്ക് ഗുണകരമായ ഒരു പദ്ധതി വേണ്ട എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണ് എന്നുള്ള ഒരു മൂല കാരണം വിശദീകരിക്കാനും ഇപ്പോൾ നിലവിൽ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വേണ്ട എന്ന് ഒറ്റയടിക്ക് പറയുകയല്ല ചെയ്യേണ്ടത്. കാരണം ഇത് ഗുണകരമായ ഒരു പദ്ധതിയാണെന്ന് പറയുകയാണ്. ഒപ്പം റഹീമും വസീഫും ഒക്കെ ചോദിക്കുന്നത് പോലെ ഒരു കൊടിയോ ഒരു ബാനറോ അവിടെ കെട്ടിയത് കൊണ്ട് ആർക്കാണ് ഇത്ര ഛേദം, ആർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടെന്നാണ് ചോദിക്കുന്നത്. കാരണം പാർട്ടി കക്ഷി വ്യത്യാസമില്ലാതെ ആളുകൾ ആ പൊതിച്ചോറ് വാങ്ങി കഴിക്കുന്നുണ്ട്. പൊതിച്ചോറ് വാങ്ങാൻ വരുന്നവർ ഡിവൈഎഫ്ഐക്കാരനാവണമെന്നോ SFIക്കാരാവണമെന്നോ CPIM-കാരനാവണമെന്നോ അവർ പറയുന്നില്ല. ഒരു BJP-കാരനോ ഒരു കോൺഗ്രസ്സുകാരൻ്റെയോ കുടുംബം വന്നാൽ പൊതിച്ചോറ് കൊടുക്കാതിരിക്കുന്നില്ല. ഇത് ഇവർ ഡിവൈഎഫ്ഐ മാത്രമല്ല ഏത് സംഘടനകൾ കൊടുക്കുമ്പോഴും. അപ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ പൊതിച്ചോർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയെക്കുറിച്ച് എന്തു പറഞ്ഞു എന്നുള്ളത് കൂടി സർക്കാർ പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പദ്ധതി ഇപ്പോൾ ഡിവൈഎഫ്ഐ നിർത്തില്ല എന്നാണ് അവരുടെ നിലപാട്.